കാർബോഹൈഡ്രേറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലേക്ക് ഓടി വരിക ഷുഗർ ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമ്മളുമായിട്ട് അത്രയും ബന്ധമുണ്ട്. കാർബോഹൈഡ്രേറ്റ് ഒരുപാട് ഫുഡ് ഐറ്റംസിൽ കാണപ്പെടുന്നു. അതും മെയിനായിട്ട് സ്വീറ്റ് ടേസ്റ്റാണ്. സ്വീറ്റ് ഇഷ്ടമില്ലാത്തവർ ആരാ ഉള്ളത്? അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമുക്ക് കോമൺ ആയിട്ട് എന്ത് പറയാം? ഷുഗേഴ്സ് എന്ന് പറയാം. വെറും ഷുഗേഴ്സ് അല്ല, അവ രണ്ട് തരത്തിലുണ്ട്. സിമ്പിൾ ഷുഗേഴ്സും കോംപ്ലക്സ് ഷുഗേഴ്സും. സിമ്പിൾ ഷുഗേഴ്സിന് ഷുഗർ ടേസ്റ്റ് ഉണ്ട്, സ്വീറ്റ്നെസ് ഉണ്ട്. എന്നാൽ കോംപ്ലക്സ് ഷുഗേഴ്സിന് ആ സ്വീറ്റ്നെസ് ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ നമുക്കൊരു ബയോകെമിസ്ട്രി ലെവലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബയോമോളിക്യൂളാണ്. ദെൻ കാർബോഹൈഡ്രേറ്റിലെ വാട്ടർ കണ്ടൻറ്റ്, കാർബൺ ആൻഡ് ഹൈഡ്രേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ റേഷ്യോ നമ്മുടെ വാട്ടർ H2O റേഷ്യോ ആണ് എന്ന് പറഞ്ഞാൽ 2:1 റേഷ്യോയിലാണ് കാർബോഹൈഡ്രേറ്റിലെ ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് ഏതൊക്കെയാണ്, അവയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ഇനി കാർബോഹൈഡ്രേറ്റിൻ്റെ കെമിക്കൽ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. Carbohydrates are defined as aldehyde or ketone derivatives of the higher polyhydric alcohol or compounds which yield these derivatives on hydrolysis. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്താണെന്നാണ് പറയുന്നത്? ഹയർ പോളിഹൈഡ്രിക് ആൽക്കഹോളിൻ്റെ കീറ്റോണോ അല്ലെങ്കിൽ ആൽഡിഹൈഡോ ഡെറിവേറ്റീവ്സ് ആണെന്ന്. എന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചറിൽ നിങ്ങൾ നോക്കുക, ഗ്ലൂക്കോസ് ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്. അപ്പോൾ അതിലെ സ്ട്രക്ചറിൽ നോക്കുമ്പോൾ OH ഗ്രൂപ്പാണെന്നല്ലേ. OH കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ദെൻ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പായ OH ഗ്രൂപ്പ് ഉണ്ട്. OH എന്താണ്? ആൽക്കഹോളിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അപ്പോൾ പോളിഹൈഡ്രിക് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ആൽക്കഹോൾ കണ്ടൻറ്റ് അതിലുണ്ടെങ്കിൽ, അപ്പോൾ ഇതിൽ 5 ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ട് അല്ലേ. ആൽക്കഹോളിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പോളിഹൈഡ്രിക് ആൽക്കഹോൾ എന്ന് പറയാം. അപ്പോൾ ആൽക്കഹോളിൽ എന്തുണ്ട്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്, കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ CHO, കീറ്റോൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CO. അപ്പോൾ ഇത്തരം ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള അല്ലെങ്കിൽ ഈ ഒരു ആൽഡിഹൈഡ് കീറ്റോണിൻ്റെ ഡെറിവേറ്റീവ്സ് ആണെന്ന് പറയാം. ഹയർ പോളിഹൈഡ്രിക് ആൽക്കഹോൾ ആണെന്ന് നമുക്ക് കാർബോഹൈഡ്രേറ്റിനെ ബയോകെമിക്കലി പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഈ ഹൈഡ്രോളിസിസ് കഴിയുമ്പോൾ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ഡെറിവേറ്റീവ്സിനെ പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിവുള്ള കോമ്പൗണ്ട്സിനായിട്ടും കാർബോഹൈഡ്രേറ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കാർബോഹൈഡ്രേറ്റ് എന്താണ്? ഒരു പോളിഹൈഡ്രിക് ആൽക്കഹോൾസിൻ്റെ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഡെറിവേറ്റീവ്സ് ആണെന്ന് പറയാം. ഇനി എന്തൊക്കെയാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ബയോമെഡിക്കൽ ഇമ്പോർട്ടൻസ്? ചീഫ് സോഴ്സ് ഓഫ് എനർജിയാണ്. എന്നാണ് നമ്മുടെ ശരീരം എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു മെജോറിറ്റി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റായ ഗ്ലൂക്കോസിനെയാണ്. ഗ്ലൂക്കോസ് ഗ്ലൈക്കോളിസിസ് വഴി എനർജി പ്രൊഡക്ഷനെ ഒരു മെയിൻ സ്റ്റെപ്പ് തന്നെ വഹിക്കുന്നുണ്ട്. എന്നാൽ ഗ്ലൈക്കോളിസിസ് വഴി ഉണ്ടാകുന്ന പൈറുവേറ്റ് ദെൻ അസറ്റൈൽ കോയായിട്ട് കൺവേർട്ട് ചെയ്ത് സിട്രിക് ആസിഡ് സൈക്കിളിൽ പോവും. അതിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് ദെൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ പങ്കെടുത്ത് നമുക്ക് ATP പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ചീഫ് സോഴ്സ് ഓഫ് എനർജിയാണ് കാർബോഹൈഡ്രേറ്റ്. പിന്നെ അതുമാത്രമല്ല, ബ്രെയിൻ സെൽസും RBC സെൽസും എനർജി ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ സെല്ലിനും RBC സെൽസ്, പിന്നെ കണ്ണിലെ റെറ്റിനൽ സെൽസ്, ഇവയൊക്കെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ഗ്ലൂക്കോസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. RBC സെൽസിൽ ന്യൂക്ലിയസ് ഇല്ല, അപ്പോൾ മൈറ്റോകോൺട്രിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനർജി പ്രൊഡക്ഷൻ ചെയ്യണമെങ്കിൽ സൈറ്റോപ്ലാസത്തിലുള്ള ഗ്ലൈക്കോളിസിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു വരുന്നു. ദെൻ സെൽ ഗ്രോത്ത്, ഫെർട്ടിലൈസേഷൻ തുടങ്ങിയിട്ടുള്ള സെല്ലുലാർ ഫങ്ഷനിലും കാർബോഹൈഡ്രേറ്റ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. കോമ്പൗണ്ട് ലിപ്പിഡ് ദെൻ കോൺജുഗേറ്റഡ് പ്രോട്ടീൻസിലും ഡിഫറെൻറ്റ് കാർബോഹൈഡ്രേറ്റ്സ് ലിങ്ക് ചെയ്യുന്നുണ്ട്. ദെൻ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൻ്റെ പ്രൊഡക്ട്സ് ആയിട്ടുള്ള ചില കോമ്പൗണ്ട്സ് കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ദെൻ ലാക്ടോസ് ഒരു പ്രിൻസിപ്പൽ ഷുഗർ ഓഫ് മിൽക്കാണ്. അപ്പോൾ ലാക്ടേറ്റിംഗ് മാമറി ഗ്ലാൻഡിലുള്ള ഷുഗറാണ് ലാക്ടോസ്. ദെൻ കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിട്ട് മ്യൂക്കോപോളിസാക്കറൈഡ്സ് ഒരുപാട് ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. മ്യൂക്കോപോളിസാക്കറൈഡ് ഒരു ഹെട്രോപോളിസാക്കറൈഡാണ്. അതെന്തൊക്കെയാണെന്ന് ഇനി വരുന്ന സ്ലൈഡ്സിൽ നമുക്ക് പഠിക്കാം.
ദെൻ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ ഒരുപാട് മെയിൻ ഫങ്ഷൻസിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എനർജി പ്രൊഡക്ഷനും ബാക്കി ബ്ലഡ് ഷുഗറിൻ്റെ ലെവലിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവയിലെ എൻസൈം ഡെഫിഷ്യൻസി പലതരത്തിലുള്ള ഡിസീസുകൾക്ക് കാരണമാകാറുണ്ട്. അത്തരത്തിലുള്ള ഡിസീസുകളാണ് ഗാലക്ടോസീമിയ, ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസസ്, ലാക്ടോസ് ഇൻടോളറൻസ് ആൻഡ് ഡയബറ്റിക് മെലിറ്റസ് തുടങ്ങിയിട്ടുള്ള ഡിസീസുകൾ. ദെൻ എന്താണ് ഗ്ലൈസീമിക് ഇൻഡെക്സ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഗ്ലൂക്കോസ്, നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ ഡൈജഷൻ നടക്കും. ഡൈജഷൻ്റെ വ്യത്യസ്ത പ്രോസസ്സുകൾ മൗത്തിൽ വെച്ച്, ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് എടുക്കുകയാണെങ്കിൽ മൗത്തിൽ സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ ഡൈജഷൻ. ദെൻ സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉള്ളതുകൊണ്ട് കാർബോഹൈഡ്രേറ്റിന് ഡൈജഷനിൽ അത്ര റോളില്ല. ദെൻ കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നത് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലാണ്. അപ്പോൾ ഇത്തരം ഡൈജഷൻ കഴിഞ്ഞ് സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ നിന്ന് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, ബ്ലഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഫുഡ് ഐറ്റംസ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ എത്രത്തോളം ആ ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ എഫക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഇത്രയാണ് പറയുന്നത്: റിലേറ്റീവ് റാങ്കിങ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇൻ ഫുഡ്സ് അക്കോർഡിംഗ് ടു ഹൗ ദേ എഫക്റ്റ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥം നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് അതൊരു 55 ഓർ ലെസ്, 55 അതിന് താഴെയുള്ള ഭക്ഷണങ്ങൾ കോമ്പൗണ്ട് ഏതൊക്കെയാണോ, ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണോ അതൊക്കെയാണ് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സിൽ വരുന്നത്. ദെൻ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ GI വാല്യൂ 70യിലേക്കാൾ കൂടിയത്. അപ്പോൾ GI വാല്യൂ 55 ഓർ അതിനേക്കാൾ കുറവുള്ളതാണ് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ്. 70യേക്കാൾ GI വാല്യൂ കൂടുതൽ, 70യും 70യേക്കാൾ കൂടുതലുള്ളത് ഹൈ ഗ്ലൈസീമിക് വാല്യൂ ആണ്. അപ്പോൾ ഇതിൽ പറയണത് ലോ ഗ്ലൈസീമിക് വാല്യൂ ഉള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് പതുക്കെയാണ് കൂട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഹൈ ഗ്ലൂക്കോസ് ലെവൽ കാണിക്കില്ല. അപ്പോൾ പതുക്കെയാണ് അത് ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻസുലിൻ പ്രൊഡക്ഷനും അതിനനുസരിച്ച് നടന്നാൽ മതി. എന്നാൽ ഒരൊറ്റയടിക്ക് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻസുലിൻ പ്രൊഡക്ഷനും അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മുടെ സാധാരണ ആ ഒരു നോർമൽ ഫങ്ഷനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യും. അത് ലേറ്റർ ഓൺ അല്ലെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആ ഒരു ഇൻസുലിൻ പ്രൊഡക്ഷനൊക്കെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, ഡയബറ്റിക് ആവാനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഹെൽത്തി പേഴ്സൺ എപ്പോഴും ലോ ഗ്ലൈസീമിക് ഫുഡ് ഐറ്റംസിനെയാണ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള സ്വീറ്റനിങ് ഏജൻസൊക്കെ ഒരുപാട് നമുക്ക് എന്താ പറയുക ഫ്യൂച്ചറിൽ മെറ്റബോളിക് പ്രോബ്ലംസ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ലോ ഗ്ലൈസേമിക് ഫുഡ് ഐറ്റംസ് നമ്മൾ മാക്സിമം ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി എന്താണ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. അതെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന്. 3 മേജർ ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: മോണോസാക്കറൈഡ്, ഒലിഗോസാക്കറൈഡ്, പോളിസാക്കറൈഡ്. ആ ഒരു പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്താണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ എണ്ണത്തിനനുസരിച്ച് മോണോസാക്കറൈഡ്സിലെ കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്, അത് ഏറ്റവും മോണോമറാണ്. അവയെ ഫർദറായിട്ട് ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവയാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്. ദെൻ ഒലിഗോസാക്കറൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒലിഗോസാക്കറൈഡിലെ 2 മോണോസാക്കറൈഡ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ 2 മോണോസാക്കറൈഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒലിഗോസാക്കറൈഡ്സ് ഫോം ചെയ്യണത്. ദെൻ പോളിസാക്കറൈഡ്സ് എന്താണ്? ഒലിഗോസാക്കറൈഡ് മിനിമം 2 അപ് ടു 10. പോളിസാക്കറൈഡ് അപ്പോൾ 10നേക്കാൾ കൂടുതൽ, 10 കാർബൺ ആറ്റംസിനേക്കാൾ കൂടുതൽ കാർബൺ ആറ്റംസ് ഉള്ള മോണോസാക്കറൈഡ്സ് കൂടി, അല്ലെങ്കിൽ മിനിമം 10 മോണോസാക്കറൈഡ്സ് അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് മോണോസാക്കറൈഡ്സിന് എക്സാമ്പിൾ. ട്രയോസ്, ടെട്രോസ്, പെൻഡോസ്, ഹെക്സോസ്, ഹെപ്റ്റോസ് എന്നിങ്ങനെ
നമ്പർ ഓഫ് കാർബൺ ആറ്റംസിൻ്റെ ബേസിൽ മോണോസാക്കറൈഡിനെ ഡിവൈഡ് ചെയ്യാം. അതുകൂടാതെ അവയിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ബേസിൽ, ഇപ്പോൾ ആൽഡിഹൈഡ് ആണെങ്കിൽ ആൾഡോസ് എന്നും, കീറ്റോൺ ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നതെങ്കിൽ കീറ്റോസ് എന്നും മോണോസാക്കറൈഡിനെ എഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ഒളിഗോസാക്കറൈഡ് നമ്മൾ പറഞ്ഞു മിനിമം 2 മോണോസാക്കറൈഡ് അപ് ടു 10 മോണോസാക്കറൈഡ്സ് വരെയുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് ഒളിഗോസാക്കറൈഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൈസാക്കറൈഡ് എന്ന് പറയും. ഡൈസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ അതിൽ 2 മോണോസാക്കറൈഡ് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ സുക്രോസ്, മാൾട്ടോസ് ആൻഡ് ലാക്ടോസ്. ട്രൈസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ അതിൽ 3 മോണോസാക്കറൈഡ് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. റാഫിനോസ്. അങ്ങനെ ഒളിഗോസാക്കറൈഡ് അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദെൻ പോളിസാക്കറൈഡ് അത് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അഗെയിൻ ഒന്ന് ഹോമോപോളിസാക്കറൈഡും ദെൻ ഹെട്രോപോളിസാക്കറൈഡും. ഹോമോപോളിസാക്കറൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ ആ ഒരു കാർബോഹൈഡ്രേറ്റിലെ എല്ലാ മോണോമേഴ്സും സെയിം ആണ്. അവിടെ ഇപ്പോൾ ഗ്ലൂക്കോസ് ആണ് മോണോമർ എന്നുണ്ടെങ്കിൽ ആ പോളിസാക്കറൈഡിലെ എല്ലാ കമ്പൗണ്ട് അല്ലെങ്കിൽ എല്ലാ മോണോമേഴ്സും ഗ്ലൂക്കോസ് ആയിരിക്കും. അവിടെ വേറൊരു കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഫ്രക്ടോസ് അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ ഒന്നും വരില്ല, ഫുൾ ഗ്ലൂക്കോസ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളതാണ് സ്റ്റാർച്ച്, ഡെക്സ്ട്രിൻ, ഗ്ലൈക്കോജൻ, ഇനുലിൻ, സെല്ലുലോസ് എന്ന് തുടങ്ങിയ കാർബോഹൈഡ്രേറ്റ്. ദെൻ ഹെട്രോപോളിസാക്കറൈഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവയിലെ മോണോമേഴ്സ് ഡിഫറെൻറ്റ് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കാം. ഹയാലോണിക് ആസിഡ്, ഹെപ്പാരിൻ, കോൺട്രോട്ടിൻ സൾഫേറ്റ് അത്രയുള്ള പോളിസാക്കറൈഡ്സൊക്കെ ഹെട്രോപോളിസാക്കറൈഡിന് എക്സാമ്പിൾസ് ആണ്. ഇനി ഇവ എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നമുക്ക് നോക്കാം. മോണോസാക്കറൈഡ് എന്താണെന്ന് പറഞ്ഞ് അവയെ സിമ്പിൾ ഷുഗേഴ്സ് എന്ന് വിളിക്കാം. ബിക്കോസ് അതിനെ ഫർദറായിട്ട് നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്തിട്ട് ഇനിയും സിമ്പിൾ ഫോമിലേക്ക് ആക്കാൻ പറ്റില്ല. സിമ്പിൾ ഷുഗേഴ്സിൻ്റെ ജനറൽ ഫോർമുല CnH2O ഹോൾ N. അപ്പോൾ ഈ ഒരു എന്നിൻ്റെ പ്ലേസിൽ നമ്മൾ കാർബൺ ആറ്റംസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മിനിമം 3 കാർബൺ ആറ്റം വേണം കേട്ടോ. ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ജനറൽ ഫോർമുല ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കാർബൺ ആറ്റത്തിൻ്റെ ബേസിൽ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? ട്രയോസ്, ടെട്രോസ്, പെൻഡോസ് ആൻഡ് ഹെക്സോസ്. ട്രയോസ് എന്ന് പറഞ്ഞാൽ അവിടെ 3 കാർബൺ ആറ്റം, ടെട്രോസ് 4, പെൻഡോസ് equal to 5 carbon atom, hexose equal to 6 carbon atom. Then depending upon whether it is aldehyde it become aldose, when it is ketone it becomes ketose. അപ്പോൾ ട്രയോസിന് എക്സാമ്പിൾ ആണ് ഗ്ലിസറാൾഡിഹൈഡ്, അതൊരു ആൾഡോസ് ഷുഗറാണ്. ദെൻ ഡൈഹൈഡ്രോക്സി അസെറ്റോൺ അതൊരു കീറ്റോസ് ഷുഗറാണ്. അപ്പം അങ്ങനെ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് ഗ്ലൂക്കോസ് ഒരു ആൾഡോസ് ഷുഗറാണ്, അത് ഹെക്സോസ് കാറ്റഗറിയിൽ വരുന്നു. ഫ്രക്ടോസ് ഒരു കീറ്റോസ് ആണ്, അത് ഹെക്ടോസിൽ തന്നെ. പിന്നെ DNA-ൽ RNA-ലൊക്കെ അടങ്ങിയിട്ടുള്ള റൈബോസ് ഷുഗർ അതൊരു പെൻഡോസ് ഷുഗറാണ്, അത് ആൾഡോസ് കാറ്റഗറിയാണ്. അപ്പം എന്താണ് ട്രയോസ് ഷുഗർ? ട്രയോസ് ഷുഗർ നമ്മൾ പറഞ്ഞു അതിൽ 3 കാർബൺ ആറ്റം ആണ് ഉള്ളത്. ഒരു സിമ്പിൾ ഷുഗറാണ്, മോണോ സാക്കറൈഡാണ്. അതിന് എക്സാമ്പിളാണ് ഡെക്സ്ട്രോ ഗ്ലിസറാൾഡിഹൈഡ് ആൻഡ് ഡൈഹൈഡ്രോക്സി അസെറ്റോൺ. ഇത് ഗ്ലിസറോളിൻ്റെ പ്രിക്കേഴ്സേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഗ്ലിസറോൾ നമുക്കറിയാലോ 3 ആൽക്കഹോൾ അല്ലെങ്കിൽ 3 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുള്ള ആൽക്കഹോളാണ് ഗ്ലിസറോൾ. അപ്പോൾ അതിൻ്റെ പ്രിക്കേഴ്സറായിട്ട് നമ്മുടെ ട്രയോസസ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ എന്താണ് ടെട്രോസ് ഇതുപോലെ 4 കാർബൺ ആറ്റമുള്ള ഒരു മോണോസാക്കറൈഡാണ്. എറിത്രോസ് P ഫോസ്ഫേറ്റിലാണ് ഒരു ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റാണ്. അത് HMP ഷണ്ട് പാത്വേയിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റായിട്ട് ടെട്രോസ് വരാറുണ്ട്. ദെൻ പെൻഡോസ് വൺ ഓഫ് ദി മെയിൻ ഷുഗറാണ് എന്ന് പറഞ്ഞാൽ അത് RNA-യിലും DNA-യിലും കാണപ്പെടുന്നു. DNA-യിൽ ഡിയോക്സി റൈബോസ് ആയിട്ടും RNA-യിൽ റൈബോസ് കോൺസ്റ്റിറ്റ്യുവൻ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ഇവ ഫോം ചെയ്യണത് HMP ഷണ്ടിലെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് റൈബോസ് ഷുഗർ ഫോം ചെയ്യണത്. ദെൻ പെൻഡോസൂറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസീസ് സ്റ്റേറ്റിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. പെൻഡോസൂറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻഡോസ് ഷുഗറായ ലീവോസൈലുലോസ് എന്ന് പറഞ്ഞ പെൻഡോസ് ഷുഗർ എക്സസ് അളവിൽ യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ പെർ ഡേ ഒരു 1 to 4 ഗ്രാം ഈ പെൻഡോസ് ഷുഗർ യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു ഡിസീസ് സ്റ്റേറ്റാണ് പെൻഡോസൂറിയ ഒരു മെറ്റബോളിക് ഡിഫക്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഗ്ലൂക്രോണിക് ആസിഡ് ഓക്സിഡേഷൻ പാത്വേയിൽ ഡിഫക്റ്റ് ഉണ്ടായി ഗ്ലൂക്രോണിക് ആസിഡ് ഫോം ചെയ്യാതെ നമ്മുടെ പെൻഡോസ് ഷുഗറായ സൈലുലോസ് എക്സസ്സായി ഫോം ചെയ്യുന്നു. അപ്പോൾ അത്
യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്ത് പോവുക. ദെൻ എന്താണ് ഗ്ലൂക്കോസ്? ഗ്ലൂക്കോസ് ഒരു ഹെക്സോ ഷുഗറാണ് നമ്മൾ പറഞ്ഞു. അതിൽ 6 കാർബൺ ആറ്റം ഉണ്ട്. ഒരു ആൾഡോസ് ഷുഗറാണ്. ദെൻ ഓൾമോസ്റ്റ് ഓൾ സെൽസ് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസാണ് എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദെൻ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഗ്ലൈക്കോജൻ ആയിട്ടാണ്. ലിവറിലും മസിൽസിലുമാണ് മെയിനായിട്ട് സ്റ്റോർ ചെയ്യുക. ഇനി എന്താണ് ബ്ലഡ് ഗ്ലൂക്കോസ് ചാർട്ട്? നമുക്കറിയാം ഡയബറ്റിക് പേഷ്യൻസൊക്കെ എന്താണ് അവരുടെ നോർമൽ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോഴാണ് നമ്മൾ ഡയബറ്റിക് ആവുക. അപ്പോൾ എന്താണ് നോർമൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ എന്ന് നോക്കാം. അത് 3 ഡിഫറെൻറ്റ് സ്റ്റേറ്റിലാണ്. ഫാസ്റ്റിംഗ് ടൈമിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം, ഭക്ഷണം കഴിച്ചിട്ട് ഒരു 3 മണിക്കൂറിന് ശേഷം. ഇപ്പോൾ നോർമൽ ലെവൽ ഫാസ്റ്റിങ്ങിൽ 8 to 100 milligram per DL. അത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു 200 വരെ പോകാം. ദെൻ ഒരു 3 മണിക്കൂർ കഴിഞ്ഞാൽ എഗെയിൻ അത് നോർമലായിട്ട് വരണം. ഒരു 120 to 140. 140 ഒക്കെ പ്രീ ഡയബറ്റിക് ആവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരാം. എന്നാൽ ഭക്ഷണം കഴിച്ച് ഡൈജഷനൊക്കെ കഴിഞ്ഞ് ബാക്ക് ടു നോർമൽ സ്റ്റേറ്റിലേക്ക് വരണം. ദെൻ ഇമ്പയർഡ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ നോർമലിനേക്കാൾ കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് അല്ല, ഒരു പ്രീ ഡയബറ്റിക് എന്ന് പറയാം. ഫാസ്റ്റിങ്ങിൽ 101 to 125 അതായിരുന്നു റേഞ്ച്. അപ്പോൾ നോർമലിനേക്കാൾ ഉയർന്നു. ഇനി ആഫ്റ്റർ ഈറ്റിംഗ് ആകുമ്പോൾ 230 വരെ പോകുന്നു. ദെൻ ആഫ്റ്റർ ഈറ്റിംഗ് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് 160 up to 160. ഇനി ഡയബറ്റിക് സ്റ്റേറ്റിലോ ഫാസ്റ്റിങ്ങിൽ 126 അതിനും എബവ്. ദെൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം 300 വരെ പോകുന്നു. ദെൻ ഭക്ഷണം കഴിച്ച ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ശേഷം അവരുടെ 200 ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നതാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ചാർട്ട്. ഇനി എന്താണ് ഗാലക്ടോസ്? ഗാലക്ടോസ് ഒരു ഹെക്സോ ഷുഗറാണ്. നമ്മുടെ മിൽക്ക് ഷുഗറായ ലാക്ടോസിനെ ഹൈഡ്രോളൈസ് ചെയ്താൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഗാലക്ടോസ്. ഗാലക്ടോസ് ഫ്രീ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ അധികം കാണാറില്ല. അത് മറ്റ് ഇപ്പോൾ ലാക്ടോസ് പോലെയുള്ള ഡൈസാക്രൈഡിന് കൂടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് ആയിട്ടാണ് കാണപ്പെടുക. ദെൻ ഗ്ലൂക്കോസിൻ്റെ എപ്പിമറാണ്. എന്തെന്നാൽ അവയുടെ ഒരു ഐസോമർ ഫോം. ഗ്ലൂക്കോസും ഗാലക്ടോസിൻ്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്, C6H12O6. വാട്ടറിലെ അധികം സോലബിൾ അല്ല. ദെൻ ഗ്ലൂക്കോസിനേക്കാൾ സ്വീറ്റ്നെസ് കുറവാണ്. ഇനി എന്താണ് ഫ്രക്ടോസ്? ഫ്രക്ടോസ് ഒരു കീറ്റോ ഗ്രൂപ്പാണ്. കീറ്റോ ഹെക്സോസ് ആയിട്ട് പറയാം. നമ്മുടെ ഫ്രൂട്ട്സിലൊക്കെ ഒട്ടുമിക്ക എല്ലാ ഫ്രൂട്ട്സിലും ഫ്രക്ടോസാണ് സ്വീറ്റ്നെസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട് ഷുഗർ എന്നും ഫ്രക്ടോസിനെ പറയാറുണ്ട്. ദെൻ നമ്മുടെ പ്യുവർ ഫ്രക്ടോസ് സൂക്രോസിനേക്കാളും ഗ്ലൂക്കോസിനേക്കാളും ഒക്കെ സ്വീറ്റ്നെസ് കൂടിയിട്ടുള്ളതാണ് ഫ്രക്ടോസ്. ഫ്രക്ടോസാണ് ഏറ്റവും സ്വീറ്റനിങ് ആയിട്ടുള്ള ഷുഗർ. സെമിനൽ ഫ്ലൂയിഡിലെ ഫ്രക്ടോസിൻ്റെ കണ്ടൻ്റാണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് സ്പേംസ് ഫ്രക്ടോസിനെയാണ് എനർജിക്കായി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫുഡ് ഇൻഡസ്ട്രീസിലൊക്കെ ക്രിസ്റ്റലൈൻ ഫ്രക്ടോസിനെ ഫുഡ് സ്വീറ്റനിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടെന്ന് നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിന് ഡോക്ടേഴ്സ് ഫ്രക്ടോസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡാണ് കൊടുക്കുക. ചപ്പാത്തിയിലൊക്കെ ഫ്രക്ടോസാണ് കണ്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ചപ്പാത്തി ഒന്നും കഴിക്കണോണ്ട് പ്രശ്നമില്ല. പക്ഷേ അവർ സ്റ്റാർച്ച് ആയതുകൊണ്ട് സാധാരണ ചോറൊക്കെ കഴിക്കുകയാണെങ്കിൽ അവരുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ആവും. ബിക്കോസ് ഫ്രക്ടോസ് ഒരു ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ്, GI വാല്യൂ കുറവാണ്. നമ്മളെ സ്റ്റാർച്ചിനെയും ബ്രെഡ് അങ്ങനത്തെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ GI വാല്യൂ ഫ്രക്ടോസ് ഷുഗറിന് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ഫ്രക്ടോസ് ഷുഗറിനെ ആശ്രയിക്കാം. ദെൻ അടുത്തൊരു ഷുഗറാണ് മാനോസ്. മാനോസ് നമ്മുടെ ശരീരത്തിൽ ഫ്രീ ആയിട്ട് കാണപ്പെടുന്നില്ല. അതൊരു പോളിസാക്രൈഡായിട്ട് മാനോ ഷുഗേഴ്സ് കമ്പൈൻ ചെയ്ത് പോളിസാക്രൈഡായിട്ട് മാനനായിട്ടാണ് കാണപ്പെടുന്നത്. ഐവറി നട്ടിലൊക്കെ കാണപ്പെടുന്ന ഷുഗറാണ് മാനോസ്. ഗ്ലൈക്കോ പ്രോട്ടീനിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻ്റായിട്ട് കാണപ്പെടുന്നുണ്ട്. ദെൻ ഒരു ഹെപ്റ്റോസ് ഷുഗറാണ് സെഡോഹെപ്റ്റുലോസ്. പ്ലാന്റ്സിലൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ദെൻ HMP ഷണ്ട് പാത്വേയിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടും സെഡോഹെപ്റ്റുലോസ് ഷുഗർ ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ
മോണോസാക്രൈഡിനെ കുറിച്ച് പഠിച്ചത്. ഇനി എന്താണ് ഒളിഗോസാക്രൈഡ്? ഒളിഗോസാക്രൈഡും പറഞ്ഞു. അതിൽ മിനിമം 2 മോണോസാക്രൈഡ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഷുഗേഴ്സാണ് ഒളിഗോസാക്രൈഡ്. അപ് ടു 10 മോണോസാക്രൈഡ്സ് വരെ കമ്പൈൻ ചെയ്തിട്ടുള്ളതിനെ ഒളിഗോസാക്രൈഡ് കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് കാർബൺ ആറ്റംസിൻ്റെ നമ്പറിൻ്റെ ബേസിലെ ഡൈസാക്രൈഡ് എന്ന്, ട്രൈസാക്രൈഡ്, ടെട്ര, പെൻഡ സാക്രൈഡ്സ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡൈസാക്രൈഡിൽ 2 കാർബോഹൈഡ്രേറ്റ്, മോണോസാക്രൈഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവണം. അത് നമ്മൾ പറഞ്ഞു, മാൾട്ടോസ്, ലാക്ടോസ്, സൂക്രോസ്. ദെൻ ട്രൈസാക്രൈഡിൽ 3 മോണോസാക്രൈഡ്സ് കമ്പൈൻ ചെയ്ത്, അങ്ങനെ ബാക്കിയുള്ളത്. ഇനി ഇതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷനാണ് ഡൈസാക്രൈഡ്. ചില ക്ലാസിഫിക്കേഷനിലെ മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ്, ഒളിഗോസാക്രൈഡ്, അങ്ങനെ പോളിസാക്രൈഡ്, അങ്ങനെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൈസാക്രൈഡിൽ നമ്മൾ 3 ഡൈസാക്രൈഡാണ് മെയിനായിട്ട് പറയുന്നത്: സൂക്രോസ്, മാൾട്ടോസ് ആൻഡ് ലാക്ടോസ്. ഇതിന് ജനറൽ മോളിക്കുലർ ഫോർമുല C12H12 ആൻഡ് O11 ആണ്. അപ്പോൾ ഇത് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക? ഈ കാർബോഹൈഡ്രേറ്റ് 2 മോണോസാക്രൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ഡൈസാക്രൈഡ് ഓൺ ഹൈഡ്രോളിസിസ് yield 2 മോണോമേഴ്സ്, 2 മോണോസാക്രൈഡ്. മാൾട്ടോസ് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ 2 മോളിക്യൂൾ ഗ്ലൂക്കോസും, ലാക്ടോസ് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ 1 മോളിക്യൂൾ ഗ്ലൂക്കോസ് ആൻഡ് അനദർ മോളിക്യൂൾ ഗാലക്ടോസ് ഉണ്ടാവുന്നു. സൂക്രോസ് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ 1 മോളിക്യൂൾ ഗ്ലൂക്കോസും 1 മോളിക്യൂൾ ഫ്രക്ടോസും ആണ് ഫോം ചെയ്യുന്നത്. ഇനി എന്താണ് മാൾട്ടോസ്? മാൾട്ടോസ് ഒരു മാൾട്ട് ഷുഗറാണ്. ദെൻ സ്റ്റാർച്ചിനെ ഹൈഡ്രോളൈസ് ചെയ്ത്, സ്റ്റാർച്ച് ഒരു പോളിസാക്രൈഡ് ആണ് അല്ലേ? അപ്പോൾ സ്റ്റാർച്ചിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ മാൾട്ടോസും ഡെക്സ്ട്രിനും ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ മാൾട്ടോസ് ഒരു ഡൈസാക്രൈഡ് ആണ്. 2 ഗ്ലൂക്കോസ് മോളിക്യൂൾ കൂടി ചേർന്നിട്ടാണ് മാൾട്ടോസ് ഉണ്ടാവുന്നത്. ഇനി ലാക്ടോസ് എന്താണ്? ലാക്ടോസ് മിൽക്ക് ഷുഗറാണ്. നമ്മുടെ മിൽക്കിലുള്ള ഷുഗറാണ് ലാക്ടോസ്. അതധികം സോലുബിൾ അല്ല. നമ്മൾ മിൽക്ക് നമുക്കറിയാലോ സോലുബിൾ അല്ല. ദെൻ അത്ര സ്വീറ്റ് ഒന്നുമില്ല മിൽക്കിൽ. മിൽക്ക് ഹൈഡ്രോളൈസ് ചെയ്യുകയാണെങ്കിൽ ഗാലക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി എല്ലാവർക്കും ഒരുവിധം അറിയുന്ന ഷുഗറാണ് സൂക്രോസ്. സൂക്രോസിനെ നമ്മൾ ടേബിൾ ഷുഗർ എന്ന് പറയാം, നമ്മുടെ പഞ്ചസാരയൊക്കെ. ദെൻ അത് കെയിൻ ഷുഗർ എന്നും പറയാം, ടേബിൾ ഷുഗർ എന്നും പറയാം. ബിക്കോസ് അത് ഷുഗർ കെയിനിൽ നിന്നാണ് നമ്മൾ സുക്രോസിനെ എടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ക്യാരറ്റ്, പൈനാപ്പിൾ തുടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സിലും സുക്രോസ് കാണപ്പെടുന്നുണ്ട്. സുക്രോസ് ഹൈഡ്രോളൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രക്ടോസും ഗ്ലൂക്കോസും ആണ് ഉണ്ടാവുക. ഇനി നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. എന്താണ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എന്ന് പറയാം. സൂക്രോസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമർസ് ഒക്കെ പറയുമ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലേക്ക് തിരിക്കാൻ കഴിവുള്ള കോമ്പണൻസിനെയാണ് നമ്മൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറയുക. ലീവോ റൊട്ടേറ്ററി ആകുമ്പോൾ അത് ലെഫ്റ്റ് സൈഡിലേക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന കോമ്പൗണ്ട്സ്. അപ്പോൾ സൂക്രോസ് ഒരു ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. അപ്പോൾ അതിന് പ്ലസ് ചിഹ്നത്തിലാണ് അടയാളപ്പെടുത്തുക. ബട്ട് അതിൻ്റെ ഹൈഡ്രോളിറ്റിക് പ്രൊഡക്ട്സ്, അതായത് ഗ്ലൂക്കോസും ഉണ്ട് ഫ്രക്ടോസും ഉണ്ട്. ഗ്ലൂക്കോസ് ഒരു ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഷുഗറാണ്. ഫ്രക്ടോസ് ഒരു ലീവോ റൊട്ടേറ്ററി ഷുഗറാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള സൂക്രോസ് ഒരു ഡെക്സ്ട്രോ റൊട്ടേറ്ററി. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. സൂക്രോസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്, ഫ്രക്ടോസ് ലീവോ റൊട്ടേറ്ററി, ഗ്ലൂക്കോസ് ലീവോ റൊട്ടേറ്ററി. എന്നാൽ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗറിൽ പറയണത് സൂക്രോസ് ഹൈഡ്രോളൈസ് ചെയ്ത് കിട്ടുന്നതിൻ്റെ പ്രൊഡക്റ്റ് ടോട്ടലായിട്ട് ലീവോ റൊട്ടേഷനാണ് കാണിക്കുന്നത്. നമുക്കറിയാം 2 പ്രൊഡക്റ്റാണ് ഉണ്ടാവുക, 2 മോണോസാക്രൈഡാണുള്ളത്, ഗ്ലൂക്കോസും ഫ്രക്ടോസും. അതിലെ ഫ്രക്ടോസ് മാത്രമാണ് ലീവോ റൊട്ടേഷൻ കാണിക്കുന്നുള്ളൂ, ഗ്ലൂക്കോസ് ഡെക്സ്ട്രോ റൊട്ടേഷനാണ് കാണിക്കുക. പക്ഷേ ഹൈഡ്രോളിക് പ്രൊഡക്റ്റിൻ്റെ മൊത്തത്തിലുള്ള ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ അത് മൊത്തത്തിൽ ലീവോ റൊട്ടേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഇൻവേർട്ട് ഓഫ് കെയിൻ ഷുഗർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻവേർട്ട് ഷുഗർ എന്ന് പറയുന്നത്. അതെന്താ നോക്കാം. നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ഡെക്സ്ട്രോ റൊട്ടേഷനേക്കാൾ ഫ്രക്ടോസിൻ്റെ ലീവോ റൊട്ടേഷനാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ സൂക്രോസിൻ്റെ ഹൈഡ്രോളിക് പ്രൊഡക്ട്സ് സൂക്രോസിൻ്റെ ഡെക്സ്ട്രോ റൊട്ടേഷനെ
ലീവോ റൊട്ടേഷനായി ഇൻവേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് കാറ്റഗറിയാണ് പോളിസാക്കറൈഡ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ പോളിസാക്കറൈഡ് എന്താണ്? അതിൽ മിനിമം 10 മോണോസാക്കറൈഡ്സ് ഉണ്ടായിരിക്കണം. ഇനി പോളിസാക്കറൈഡിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹോമോ പോളിസാക്കറൈഡ് എന്നും ഹെട്രോ പോളിസാക്കറൈഡ് എന്നും. അതിന് ഹോമോഗ്ലൈക്കൻ എന്നും ഹെട്രോഗ്ലൈക്കൻ എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഹോമോ പോളിസാക്കറൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൻ്റെ മോണോമേഴ്സ് എല്ലാം ഒരേ സബ് യൂണിറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, അതിലൊക്കെ ഗ്ലൂക്കോസ് മാത്രമാണ് അതിൻ്റെ സബ് യൂണിറ്റ്സ് ആയിട്ട് വരുന്നത്. ദെൻ ഹെട്രോ പോളിസാക്കറൈഡ് ആകുമ്പോൾ 1 or 2 or more ഡിഫറെൻറ്റ് മോണോസാക്കറൈഡ് യൂണിറ്റ്. അവിടെ ഗ്ലൂക്കോസും ഉണ്ടായിരിക്കാം, ഫ്രക്ടോസും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഫ്രക്ടോസും കൂടാതെ വേറെ പല മോണോസാക്കറൈഡ്സ്. അപ്പോൾ അവയിൽ ഒന്നിലധികം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോണോസാക്കറൈഡ്സ് ആണ് കമ്പൈൻ ചെയ്തിട്ട്, നിരവധി മോണോസാക്കറൈഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഹെട്രോ പോളിസാക്കറൈഡ്സ് ഉണ്ടായിട്ടുള്ളത്. ഡിഫറെൻ്റ് ആണ്. എക്സാമ്പിൾ ഹെപ്പാരിൻ, ഹയലോറോണിക് ആസിഡ്. ഇനി എന്താണ് സ്റ്റാർച്ച്? ഹോമോ പോളിസാക്കറൈഡിന് എക്സാമ്പിളാണ് സ്റ്റാർച്ച്. ഗ്ലൂക്കോസിൻ്റെ പോളിമറാണ് സ്റ്റാർച്ച് എന്ന് പറയാം. പ്ലാന്റ്സിലെ ഫുഡ് സ്റ്റോറേജ് ചെയ്യുന്നത് സ്റ്റാർച്ചിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ ഇത് പ്ലാന്റ്സിൻ്റെ ലീവ്സിലും സ്റ്റെമ്മിലൊക്കെ കാണപ്പെടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല റൂട്ട്സിൽ, ഫ്രൂട്ട്സിൽ, സീഡ്സിൽ. അപ്പോൾ പ്ലാന്റ് എവിടെയൊക്കെയാണോ അതിൻ്റെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ഏതൊക്കെയാണോ ഫുഡ് പാർട്സ്, അവയിലൊക്കെ ഫുഡായിട്ടുള്ളത് സ്റ്റാർച്ചാണ്. ഇനി എന്താണ് ഗ്ലൈക്കോജൻ? എനിമൽ സ്റ്റാർച്ച് എന്ന് നമ്മൾ പറയുന്ന ഒരു പോളിമറാണ് ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജനിലുള്ളത് ഗ്ലൂക്കോസ് മോളിക്യൂളാണ്. ബിക്കോസ് നമ്മുടെ ശരീരത്തിലെ സ്റ്റാർച്ചായിട്ട് അല്ല ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യണത്, ഗ്ലൈക്കോജൻ ആയിട്ടാണ് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യണത് മസിൽസിലും ലിവറിലും. ദെൻ ക്ലോറോഫിൽ സിസ്റ്റം ഇല്ലാത്ത, ഇപ്പോൾ ക്ലോറോഫിൽ ഉണ്ടെങ്കിലാണ് ഫോട്ടോസിന്തസിസ് വഴി ഗ്ലൂക്കോസ് ഉണ്ടാവുള്ളൂ. എന്നാൽ ക്ലോറോഫിൽ സിസ്റ്റം ഇല്ലാത്ത ചില ഫംഗൈസിലും ഈസ്റ്റിലും ഗ്ലൈക്കോജൻ ആയിട്ടാണ് ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ എന്താണ് സെല്ലുലോസ്? സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്ലാന്റിൻ്റെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് എന്ന ഷുഗർ വെച്ചിട്ടാണ്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ പോളിമർ തന്നെയാണ് സെല്ലുലോസും. എന്നാൽ ഡൈലൂട്ട്സ് ആസിഡ് വഴിയൊന്നും ഇത് അത്ര പെട്ടെന്ന് ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഹൈഡ്രോളൈസ് ചെയ്തുണ്ടാവുന്ന പ്രൊഡക്റ്റാണ്. കോൺസെൻട്രേറ്റഡ് ആസിഡ്സിൻ്റെ പ്രസൻസിലാണ് ഹൈഡ്രോളൈസ് ചെയ്യുക. ഡൈസാക്രൈഡായുള്ള സെല്ലോബയോസും ഡെക്സ്ട്രോ ഗ്ലൂക്കോസും ആണ്. ഡൈസാക്രൈഡായ സെല്ലോബയോസ് ആൻഡ് ഡെക്സ്ട്രോ ഗ്ലൂക്കോസ് ആയിട്ടാണ് ഇത് ഹൈഡ്രോളൈസ് ചെയ്യുക. ഡെക്സ്ട്രോ ഗ്ലൂക്കോസ് വഴി തന്നെയാണ് ഇത് മൊത്തത്തിൽ ഗ്ലൂക്കോസ്, അത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിട്ടുള്ള ഗ്ലൂക്കോസാണ് സെല്ലോസിലെ മെയിൻ കമ്പോണൻറ്റ്. ദെൻ നെക്സ്റ്റ് പോളിമറാണ് അഗാർ. അഗാർ ഒരു ഹോമോ പോളിസാക്കറൈഡാണ്. ഗാലക്ടോസ് കൂടി ചേർന്നിട്ടാണ് അഗാർ ഉണ്ടായിട്ടുള്ളത്. സീ വീഡിലാണ് മെയിനായിട്ട് ഇത് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ട്രക്ചറാണ്, പോളിമർ ആയതുകൊണ്ട് തന്നെ കോംപ്ലക്സ് സ്ട്രക്ചർ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് പോളിസാക്കറൈഡിൻ്റെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഹെട്രോ പോളിസാക്കറൈഡ് ഓർ മ്യൂക്കോ പോളിസാക്കറൈഡ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സബ് യൂണിറ്റ് മോണോസാക്കറൈഡ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള മോണോസാക്കറൈഡ് കൂടി സബ് യൂണിറ്റ്സ് കൂടി ചേർന്നിട്ടാണ് ഹെട്രോ പോളിസാക്കറൈഡ്സ് ഉണ്ടാകുന്നത്. ബോഡിയിലുള്ള മ്യൂക്കസ് ഫ്ലൂയിഡിലൊക്കെ കാണപ്പെടുന്നത് കൊണ്ടാണ് ഇവനെ മ്യൂക്കോ പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. ഹയലോറോണിക് ആസിഡ് എന്താണെന്ന് നോക്കാം. ഒരു സൾഫേറ്റ് ഫ്രീ മ്യൂക്കോ പോളിസാക്കറൈഡാണ്. N-അസറ്റൈൽ ഗ്ലൂക്കോസമൈനും ഡി ഗ്ലൂക്കറോണിക് ആസിഡ്, അങ്ങനെ 2 ഡിഫറെൻറ്റ് മോണോസാക്കറൈഡ്സിൻ്റെ സബ് യൂണിറ്റ്സ് ആയിട്ടാണ് ഹയലോറോണിക് ആസിഡ് കാണപ്പെടുന്നത്. ദെൻ അടുത്ത മ്യൂക്കോ പോളിസാക്കറൈഡാണ് ഹെപ്പാരിൻ. ഹെപ്പാരിൻ എല്ലാവർക്കും അറിയാം, അതൊരു ആൻറ്റികോയാഗുലൻ്റ് ആണ്. അപ്പോൾ ഹെപ്പാരിനെ സിന്തസിസ് ചെയ്യുന്നത് ലിവറിലെ മാസ്റ്റ് സെൽസ് ആണ്. ലിവറിൽ മാത്രമല്ല, ലങ്സ്, തൈമസ്, സ്പ്ലീൻ, ദെൻ ആർട്ടറീസിൻ്റെ വാളിൽ, സ്കിന്നിലും, ദെൻ മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിൽ ബ്ലഡിലും എന്ത് കാണപ്പെടുന്നുണ്ട്? നമ്മുടെ മ്യൂക്കോ പോളിസാക്കറൈഡായ ഹെപ്പാരിൻ കാണപ്പെടുന്നുണ്ട്. ഇനി ഹെപ്പാരിൻ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഡൈസാക്കറൈഡ് സബ് യൂണിറ്റ്സ് ആയിട്ടുള്ള ഡെക്സ്ട്രോ ഗ്ലൂക്കോസമിനും ലീവോ ഐഡുറോണിക് ആസിഡും കൂടി ചേർന്നിട്ടാണ് മ്യൂക്കോ പോളിസാക്കറൈഡായ ഹെപ്പാരിൻ ഉണ്ടായിട്ടുള്ളത്. ദെൻ അടുത്ത പോളിസാക്കറൈഡാണ് കോൺട്രിബ്യൂട്ടിൻ സൾഫേറ്റ്സ്.
മെയിനായിട്ട് ടിഷ്യൂസിലും കാർട്ടിലേജിലൊക്കെയാണ് ഇവ കാണപ്പെടുന്നത്. പ്രോട്ടീൻസുമായിട്ട് കമ്പൈൻ ചെയ്ത് കോൺട്രോ പ്രോട്ടീൻസ് എന്നും പറയപ്പെടുന്നുണ്ട്. 4 ഡിഫറെൻറ്റ് ടൈപ്പ് കോൺട്രിയോട്ടിൻ സൾഫേറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കോൺട്രിയോട്ടിൻ സൾഫേറ്റ് ABCD എന്ന് പറയുന്നു. കോൺട്രിയോട്ടിൻ സൾഫേറ്റിൻ്റെ സബ് യൂണിറ്റ്സ് ഗ്ലൂക്രോണിക് ആസിഡും ഗാലക്ടോസമിനും ആണ്. അപ്പോൾ ഈ 2 സബ് യൂണിറ്റ്സ് കൂടി ചേർന്നിട്ടാണ് മ്യൂക്കോപോളിസാക്കറൈഡായ കോൺട്രിയോട്ടിൻ സൾഫേറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്ലൈഡ്സ് നമ്മൾ എന്താണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇതൊക്കെ മെയിനായിട്ട് പഠിച്ചു.